ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ചക്ക റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇത് പഴുപ്പ്ളവ് ചക്കയില്ലേ, ആ ചക്ക വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇതാ നമ്മുടെ പഴുപ്പ്ളവ് ചക്കയാണ് കേട്ടോ. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ വേവിച്ചെടുത്തേക്കണം കേട്ടോ. അതതിന് കുഴഞ്ഞിരിക്കണത്, അല്ലാതെ അത് കുഴഞ്ഞാണ് ഇരിക്കണത്. അപ്പോൾ ഞാൻ ഒന്ന് വേവിച്ച് ജസ്റ്റ് ഒന്ന് ചൂട് കയറ്റി എടുത്തതാണ്. ഇത് പച്ചരിയാണ്. ഇതൊരു 1/2 കിലോ പച്ചരി ഉണ്ടേ. അത് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. ഇത് നമുക്കിനി എല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരി വെള്ളത്തിൽ നിന്ന് എടുത്ത് മിക്സി ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. 2 തവിയോളം ചക്ക ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല കട്ടി ശർക്കരപ്പാനി, വെള്ളം അധികം ചേർക്കാതെ തയ്യാറാക്കിയതാണ് കേട്ടോ. ആവശ്യത്തിന് ഇടുക. അപ്പോൾ ദേ നമ്മുടെ മാവ് റെഡിയായി. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് അരച്ചെടുക്കാം. മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ നല്ല മധുരത്തിലാണ് ഇത് ഉണ്ടാക്കാൻ പോവുക. ശർക്കരപ്പാനി എല്ലാം നല്ല രീതിയിൽ ഞാൻ നല്ലോണം ചേർത്ത് കൊടുത്ത് നല്ല മധുരത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. മധുരത്തിന് ആവശ്യമില്ലാത്തവർക്ക് ചക്കയുടെ അളവ് കുറയ്ക്കാം. ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ പകർന്നു കൊടുക്കാം. എണ്ണ ഒഴിക്കുമ്പോൾ നിറയെ ഒഴിക്കരുത്. മാവ് ഒഴിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ കവിഞ്ഞു പോകും. ഇത് കുറച്ച് എള്ളാണേ. എള്ള് ഞാൻ തൂക്കി കൊടുക്കുന്നുണ്ട്. ശരിക്കും എള്ള് വറുത്താണ് കേട്ടോ ചേർക്കണം. നെയ്യിൽ വറുത്ത് ചേർക്കുക. എള്ള് കൂടാതെ നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കാം. അതൊക്കെ ടേസ്റ്റ് വർദ്ധിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ ജസ്റ്റ് എള്ള് വെറുതെ അങ്ങ് ഇട്ടു എന്നേ ഉള്ളൂ. ശരിക്കും എള്ള് വറുത്തിടണേ. ഇതാ എണ്ണ ഫുള്ളും നിറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ നിറച്ചെടുത്താൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവിടുമ്പോഴേക്കും അത് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് താഴോട്ടൊക്കെ പോകും. അപ്പോൾ എല്ലായിടത്തും നമ്മൾ നിറച്ചു കേട്ടോ. അപ്പോൾ നല്ലോണം പതയുന്നുണ്ട്. ആ പതയൊക്കെ മാറിക്കോളും. പയ്യെ അത് താന്നങ്ങോട്ട് പൊയ്ക്കോളും. കണ്ടോ, അപ്പോൾ അതങ്ങോട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 2 എണ്ണം നല്ലോണം മൊരിഞ്ഞ് തന്നെ തിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിയൊക്കെ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. തിരിച്ചൊക്കെ ഇട്ട് നോക്കണേ. ഇതാ നമ്മൾ ആദ്യത്തെ കോരി എടുത്തായിരുന്നു. ഇതാണ് അതിൻ്റെ പാകം. കണ്ടോ, അപ്പോൾ അതേ പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട്. നല്ല മഴയാണ് പെയ്യണത്. അപ്പോൾ ഈ മഴയത്ത് ഉണ്ണിയപ്പവും നല്ല ചൂട് കട്ടൻ കാപ്പിയോ കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിക്കാൻ നല്ല രസമായിരിക്കും. നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം മുരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമ്മൾ സാധാരണ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഒരു 3-4 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കും, പൊങ്ങാൻ വേണ്ടി വെക്കും. പക്ഷേ ഇത് അതിൻ്റെ ആവശ്യമില്ല. ഇത് ചക്ക വെച്ച് നമ്മൾ ഉണ്ടാക്കിയത് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ചുട്ടെടുത്തതാണ്. ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണിത്, അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാം റെഡിയായി. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടോ. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് വെക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.